So once again, welcome back to EduPod Social Science class. Today we will discuss a chapter, the struggle and the freedom. The struggle and the freedom, Samaravum Swatantravam. So in this chapter we will analyze the Indian independent history from 1917 to 1947 led by Mahatma Gandhi. So 1917 മുതൽ 1947 വരെയുള്ള ഗാന്ധിയൻ ഫേസ്, ആ ഗാന്ധിയൻ ഫേസിൽ മഹാത്മാ ഗാന്ധി നേതൃത്വം നൽകിയ ലീഡർഷിപ്പ് നൽകിയ മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഹാവ് മെയിൻലി ത്രീ മാസീവ് struggle we will discuss in this chapter. The first one is non-cooperation movement, the second one is civil disobedience movement, and third one is Quit India movements. So before starting these three massive struggle, we want to discuss the early struggle led by Mahatma Gandhi. So നമ്മൾ ഇതിനൊക്കെ മുന്നേ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട 3 സ്ട്രഗിൾസ് ഉണ്ട്, സമരങ്ങളുണ്ട്. കാരണം ഗാന്ധി 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത്. സോ ആ കാലഘട്ടം 1915 മുതൽ 1947 വരെയുള്ള ഒരു പീരീഡാണ് ഗാന്ധിയൻ ഫേസ്, ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. സോ ഗാന്ധി ഇന്ത്യയിൽ എത്തിയിട്ട് ഗാന്ധി ആദ്യമായി ലീഡർഷിപ്പ് നൽകുന്ന 3 അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഗാന്ധി ലീഡർഷിപ്പ് നൽകിയ പ്രധാനപ്പെട്ട 3 സ്ട്രഗിൾസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ചമ്പാരൻ സത്യാഗ്രഹ, ദ സെക്കൻഡ് വൺ ഈസ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഖേദാർ പെസന്റ് സ്ട്രൈക്ക്. So we can discuss one by one. So the early struggle of Mahatma Gandhi. The first one is the struggle of indigo farmers in Champaran, Bihar in 1917. So Champaran is a small village in Bihar state. ബീഹാറിലെ ഒരു ചെറിയൊരു ജില്ല, ഒരു വില്ലേജാണ് ചമ്പാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ കർഷകർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായി. എന്താണത്? ഇൻഡിഗോ ഫാമേഴ്സ്, നീലം കർഷകർക്കാണ് അവിടെ ബുദ്ധിമുട്ട്, പ്രയാസമുണ്ടായത്. കാരണം ബ്രിട്ടീഷുകാർ നീലം കർഷകരുമായി ചില ധാരണയിലെത്തുകയും വൻതോതിൽ കർഷകർ അവിടെ നീലം കൃഷി ചെയ്യുകയും ചെയ്യും. പിന്നീട് നീലത്തിന് വില കുറയുകയും അവരുടെ സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതാവുകയും കർഷകർ വലിയ തോതിൽ പ്രയാസത്തിലാവുകയും ചെയ്തു. ആ ഒരു സന്ദർഭത്തിലാണ് കർഷകർ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. സോ ഹിയർ the struggle of indigo farmers in Champaran, the way of struggle is disobedience and satyagraha. Impact the compelled the authorities to pass a law in favor of the indigo farmers. So Gandhi ഇവിടെ അഡോപ്റ്റ് ചെയ്ത മാർഗം എന്തായിരുന്നു നോക്കൂ, ഡിസൊബീഡിയൻസ് ആൻഡ് സത്യാഗ്രഹ. നിസ്സഹകരണവും സത്യാഗ്രഹവുമായിരുന്നു ഗാന്ധിയുടെ സമരമാർഗം. സോ ഗാന്ധിജി സമരത്തിന്റെ ഭാഗമായി ഹി ഇൻവോൾവ് ഇൻ ദ പ്രോബ്ലംസ് ഓഫ് ദ Champaran's indigo farmers. That time the British government compelled to pass a law in favor of the indigo farmers. So അതിന്റെ ഭാഗമായിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, നിർബന്ധിതരാവാണ് എന്തിനു വേണ്ടിയിട്ട്, ടു പാസ് എ ലോ ഇൻ ഫേവർ ഓഫ് ദ ഇൻഡിഗോ ഫാമേഴ്സ്. ഇൻഡിഗോ ഫാമേഴ്സിന് ഫേവർ ആയിക്കൊണ്ടുള്ള ആ ഒരു നിയമം കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, കമ്പൽഡ് ആവുകയും ആ ഒരു സ്ട്രൈക്ക് അല്ല ആ ഒരു സമരം വിജയിക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് വൺ ഈസ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. സോ എന്തായിരുന്നു അഹമ്മദാബാദ് കോട്ടൺ മില്ലിൽ സംഭവിച്ചത്? ഇറ്റ് വാസ് ഇൻ 1918. സോ ചമ്പാരൻ സത്യാഗ്രഹം 1917 തൊട്ടടുത്ത വർഷമാണ്, ദ നെക്സ്റ്റ് ഇയർ ആണ് 1918 ഗുജറാത്തിലാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് നടക്കുന്നത്. സോ എന്തായിരുന്നു അതിന്റെ കാരണം? ഡിനയൽ ഓഫ് ഫ്ലാഗ് ബോണസ്. അന്ന് അവിടുത്തെ വർക്കേഴ്സിന് അന്ന് അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന ഫ്ലാഗ് ബോണസ്, ദ ഡിനയൽ ടു പേ ദ ഫ്ലാഗ് ബോണസ് ടു വർക്കേഴ്സ്. സോ ആ സമയത്ത് വർക്കേഴ്സ് എന്ത് ചെയ്തു, ദ ലീഡ് എ സ്ട്രഗിൾ, they lead a strike. So എന്തായിരുന്നു ഹിയർ ഓൾസോ ദ ഡിസൊബീഡിയൻസ് ആൻഡ് സത്യാഗ്രഹ. ഇവിടെയും ഗാന്ധിജി ഉപയോഗിച്ച മെത്തേഡ് എന്തായിരുന്നു, ഡിസൊബീഡിയൻസും സത്യാഗ്രഹമായിരുന്നു. അതിന് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ദ അതോറിറ്റീസ് അഗ്രി ടു ഹൈക്ക് ദ വേജ് ഓഫ് ദ എംപ്ലോയീസ്. അവിടെയുള്ള അതോറിറ്റീസ് എന്ത് ചെയ്തു, ആഫ്റ്റർ ദ നമ്മുടെ ഈ സ്ട്രൈക്കിന്റെ, ഗാന്ധി ലീഡ് ചെയ്ത സ്ട്രൈക്കിന്റെ സമരത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിക്കൊണ്ട് അവിടുത്തെ അവിടുത്തെ ഓണേഴ്സ് എന്ത് ചെയ്യാണ്, അവരുടെ ഹൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സാലറി വേജ് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് സ്ട്രഗിൾ ദ ഗാന്ധി ലീഡ് ബൈ ഹിസ് ഏർലി പീരീഡ്. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഗാന്ധി നേതൃത്വം നൽകിയ 3 സമരങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ, ഓർ വി ക്യാൻ സി സിംപ്ലി ദ ചമ്പാരൻ സത്യാഗ്രഹ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, ആൻഡ് ദ തേർഡ് വൺ ഈസ് the Kedar strike, the peasant strike in Kedar or the Kedar strike. So എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? Due to drought and the crop failure, the farmers in Kedar were living in utter misery. എന്തായിരുന്നു? Due to drought and the crop failure. എന്താണ്?
സോ അവിടെ ഉണ്ടായിരുന്ന കൃഷിനാശവും വരൾച്ചയും അവിടെയുള്ള കർഷകർ എന്ത് ചെയ്തു, വലിയ ബുദ്ധിമുട്ടിലാക്കി. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർക്ക് വലിയ രീതിയിലുള്ള, അവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് വലിയ രീതിയിലുള്ള ടാക്സ് അവരെ പേരിൽ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, അവർക്ക് അത് പേ ചെയ്യാൻ സാധിച്ചില്ല. ആ സമയത്ത് എന്ത് ചെയ്തു, ആ കർഷകർ ഒരു സമരമായി മുന്നോട്ട് വരികയാണ്. ഈ സമരത്തിലും ഗാന്ധി എന്ത് ചെയ്തു, ഹി ഇൻവോൾവ്ഡ് ഇൻ ദി സ്ട്രൈക്ക്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അത് ഹിയർ ആൾസോ ഹി അഡോപ്റ്റ് ഹിസ് മെത്തേഡ് സത്യാഗ്രഹ ആൻഡ് ദ ഡിനയൽ ഓഫ് ടാക്സ്. സത്യാഗ്രഹവും ഡിനയൽ ഓഫ് ടാക്സ് കൊടുക്കുന്നതിന് അദ്ദേഹം എന്ത് ചെയ്തു, എതിർക്കുകയും ഇതിന്റെ ഇമ്പാക്ട് ആയിക്കൊണ്ട് അതോറിറ്റീസ് വെർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദ ടാക്സ് റേറ്റ്സ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് അതോറിറ്റീസ് എന്ത് ചെയ്തു, ടാക്സ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയും ചെയ്തു. സോ ദീസ് ആർ ഓൾ അബൌട്ട് 3 struggles. സോ ഹിയർ ദ പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ. അതിന്റെ കാരണം എന്തായിരുന്നു, ഡ്യൂ ടു ഡ്രോട്ട് ആൻഡ് ദ ക്രോപ്പ് ഫെയിലിയർ. വരൾച്ചയും കൃഷിനാശവും കാരണം ഫാമേഴ്സ് ഇൻ ഖേദ വർ ലിവിംഗ് ഇൻ അട്ടർ മിസറി. വലിയ പ്രയാസത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ആ സമയത്തായിരുന്നു എന്ത് ചെയ്തത്, അവർക്കുണ്ടായിരുന്ന ഫാമേഴ്സിനുണ്ടായിരുന്ന ടാക്സ് നികുതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ യാതൊരുവിധ റിഡക്ഷൻ ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ അതൊരു സമരമായി മാറുകയും ആ സമരത്തിൽ ഗാന്ധി ഇൻവോൾവ് ആവുകയും അതൊരു വിജയത്തിൽ എത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ദ അതോറിറ്റീസ് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ദ വെർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദ ടാക്സ് റേറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യാണ്, അവർ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. സോ ഗാന്ധിയൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഗാന്ധിയുടെ ആദ്യകാലത്തെ 3 സമരങ്ങളാണിത്. നിർബന്ധമായും പഠിച്ചിരിക്കണം, വളരെ ഈസിയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ചമ്പാരൻ സത്യാഗ്രഹ, ദ സെക്കൻഡ് വൺ ഈസ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ആൻഡ് തേർഡ് വൺ ഈസ് ദ പെസന്റ് സ്ട്രൈക്ക് ഇൻ ഖേദാർ. Okay, so this is another important thing. What kind of struggle did Gandhi adopt in India? അദ്ദേഹം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിരുന്ന സമരമാർഗങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ. ഡിസൊബീഡിയൻസ് ആയിരുന്നു ഒന്ന്, ദെൻ ഫാസ്റ്റിംഗ് ആൻഡ് സത്യാഗ്രഹ ആൻഡ് ഡിനയൽ ഓഫ് ടാക്സ്. ഈ 4 മെത്തേഡായിരുന്നു ഗാന്ധി ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിരുന്ന ദ മോഡ് ഓഫ് സ്ട്രഗിൾ. അദ്ദേഹത്തിന്റെ സമരമാർഗമായിരുന്നു ഇത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതായിരുന്നു, ഡിസൊബീഡിയൻസ്, സത്യാഗ്രഹ, അതേപോലെ ഫാസ്റ്റിംഗ്, നിരാഹാരം, അതേപോലെ സത്യാഗ്രഹ, ടാക്സ് കൊടുക്കാതിരിക്കുക, ഡിസൊബീഡിയൻ നിസ്സഹകരണം, അതായത് ഗവൺമെന്റിനോട് സഹകരിക്കാതിരിക്കുക. സോ ഈ രീതിയിലായിരുന്നു ഗാന്ധിജി അദ്ദേഹത്തിന്റെ സമരമാർഗങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുപോയത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിയൻ ഫേസ് ആണ്. സോ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഗാന്ധിജി ലീഡ് ചെയ്ത പ്രധാനപ്പെട്ട സമരങ്ങൾ മൂവ്മെന്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. സോ ഗാന്ധി അഡോപ്റ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ മോഡ് ഓഫ് സ്ട്രഗിൾസ് ആയിരുന്നു ഏതൊക്കെ, ഡിസൊബീഡിയൻസ്, ഫാസ്റ്റിംഗ്, സത്യാഗ്രഹ ആൻഡ് ഡിനയൽ ഓഫ് ടാക്സ്. സോ നോക്കാം, ദ റിസൾട്ട് ഓഫ് ദ സ്ട്രഗിൾ ദാറ്റ് ഗാന്ധി ടുക്ക് അപ്പ് ഇൻ ഇന്ത്യ. ഗാന്ധി ആദ്യ കാലഘട്ടത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ഏർലി സ്ട്രഗിൾ ആയ ചമ്പാരൻ സത്യാഗ്രഹ, അതോടൊപ്പം അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ദ പെസന്റ് സ്ട്രൈക്ക് ഇൻ ഖേദാർ. അദ്ദേഹത്തിന് ഈ 3 സമരത്തിന്റെയും റിസൾട്ട് എന്തൊക്കെയാണ് ഗാന്ധിയെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ സ്ട്രഗിൾ ഹി ടുക്ക് അപ്പ് പോപ്പുലൈസ്ഡ് ഹിസ് ഐഡിയാസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. നോക്കൂ, ഈ സമരങ്ങളിലൂടെ എന്താണ് സംഭവിച്ചത്, ദ സ്ട്രഗിൾ ഹി ടുക്ക് അപ്പ് പോപ്പുലൈസ്ഡ് ഹിസ് ഐഡിയോളജീസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. അദ്ദേഹത്തിന്റെ ഗാന്ധിയുടെ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങളും ഗാന്ധിയുടെ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗാന്ധിയുടെ സമരമാർഗങ്ങളും ദ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് അതെന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിൽ എല്ലാ ഭാഗത്തേക്കും പോപ്പുലർ ആവാൻ തുടങ്ങി, പ്രസിദ്ധമാവാൻ തുടങ്ങി. ദെൻ till his entry into the political scenario, the national movement was confined to the education section of the society. His method of protest attracted the layman to the movement. So Gandhi ഒരു നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് മുന്നേ ആരായിരുന്നു പ്രധാനമായും ഈ നാഷണൽ മൂവ്മെന്റിൽ ഉണ്ടായിരുന്നത്? പ്രധാനമായും എഡ്യൂക്കേറ്റഡ് സെക്ഷൻ ആയിരുന്നു. നമ്മുടെ സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾ മാത്രമായിരുന്നു ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഗാന്ധിയുടെ വരവോടുകൂടി അദ്ദേഹത്തിന്റെ സമരമാർഗത്തോടു കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, the protest attracted the layman to the movement. സാധാരണക്കാരായ ആളുകളെയും ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി, ഈ സമരമാർഗത്തിലേക്ക്, നാഷണൽ മൂവ്മെന്റിലേക്ക്, സ്വതന്ത്ര സമരത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. നോക്കൂ, നെക്സ്റ്റ്, ദ സിറ്റി സെൻട്രിക് നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു ദ റൂറൽ ഏരിയ. നഗരങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രം, സിറ്റികളെ കേന്ദ്രീകരിച്ച് മാത്രം നടന്നിരുന്ന മൂവ്മെന്റ്സ് എവിടേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി? മൂവ്മെന്റ് സ്പ്രെഡ് ടു ദ റൂറൽ ഏരിയയിലേക്ക്, ഗ്രാമപ്രദേശങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദറ്റ് ലാസ്റ്റ് ഗാന്ധിജി ബിക്കം എ നാഷണൽ ലീഡർ acceptable to all strata of the society. That is an important thing. So ഈ സ്ട്രഗിൾ, ഈ 3 സമരത്തെയും ഗാന്ധിജി ആരാക്കി മാറ്റുകയാണ്? He become a national leader. ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറ്റുകയാണ് ചെയ്തത്. എങ്ങനത്തെ ദേശീയ നേതാവാണ്? The national leader acceptable to all strata of the society. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന
ഒരു നേതാവായി ഒരു ലീഡറായിട്ട് ഗാന്ധിജി മാറുകയാണ് ചെയ്തത്. സോ ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ. അതായത് ഗാന്ധിയുടെ ഒരു ഏർലി സ്ട്രഗിൾസ്, ഗാന്ധി ലീഡ് ചെയ്ത ഏർലി സ്ട്രഗിൾസ് എങ്ങനെയെല്ലാമാണ് ഗാന്ധിജിയുടെ ഒരു നാഷണൽ ലീഡറാക്കി മാറ്റുന്നതിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, അത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാം. സോ ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കണം, പഠിച്ചിരിക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ. സോ ഇനി നമ്മൾ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ നടന്ന മാസീവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മൂവ്മെന്റ്സിനെ പറ്റിയാണ് നമ്മൾ discuss ചെയ്യുമ്പോൾ. The first one is non-cooperation movement. So here you can see that the first national movement of Indian National Congress led by the Gandhiji, it is in 1919. 1919 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അണ്ടറിൽ ഗാന്ധിജി ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് മാസ് അജിറ്റേഷൻ ആണ് അല്ലെങ്കിൽ മാസ് മൂവ്മെന്റ് ആണ് എന്ത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് എത്തിയത്? ഇറ്റ് ഈസ് ബൈ ദ എഫക്ട് ഓഫ് റൗലറ്റ് ആക്ട്. We all are familiar with the Rowlatt Act. എന്തായിരുന്നു Rowlatt Act? So the Rowlatt Act is an act implemented by British. So according to this act, the British could arrest any person and prison without trial. ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുകയും വിതൗട്ട് ട്രയൽ, ഒരു വിചാരണ പോലും കൂടാതെ ജയിലിൽ അടയ്ക്കുകയും എന്ത് ചെയ്യാമായിരുന്നു ഈ നിയമപ്രകാരം. സോ the Indians highlighted this law as a black law. അല്ലേ? ഈ നിയമത്തെ കരി നിയമം, ബ്ലാക്ക് ലോ എന്ന പേരിലാണ് ബ്രിട്ടീഷുകാർ ഈ നിയമത്തെ, ഇന്ത്യക്കാർ ഈ നിയമത്തെ അന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. സോ ഈ നിയമത്തിനെതിരായിട്ട് നടന്നതാണ് ജാലിയൻ വാലാബാഗ് ഒക്കെ. സോ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിക്കൊണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിക്കൊണ്ടാണ് ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് ഗാന്ധി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ നോക്കാം. സോ ദ ഫസ്റ്റ് വൺ, ദ ലേമാൻ ഷാൾ ബോയ്ക്കോട്ട് ദ ലോയർ ഷാൾ ബോയ്ക്കോട്ട് ദ കോർട്ട്. വക്കീലുകൾ എന്ത് ചെയ്യാം? കോർട്ടിനെ ബഹിഷ്കരിക്കുക അല്ലെ. സോ നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ. എന്താണ് നോൺ കോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ സഹകരിക്കുക അല്ലെ. സോ നോൺ കോപ്പറേറ്റ് എന്ന് പറഞ്ഞാലോ, കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹകരിക്കുക, നോൺ കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സഹകരിക്കുക. അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് യാതൊരു രീതിയിലും സഹകരിക്കില്ല. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞാൽ എന്താണ്, അതിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക. സോ നോക്കുക, ദ ലോയേഴ്സ് ഷാൾ ബോയ്ക്കോട്ട് ദ കോർട്ട്. ലോയർ, വക്കീലന്മാർ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരുടെ കോടതികൾ ബഹിഷ്കരിക്കുക. ദ സെക്കൻഡ് വൺ, ദ പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ദ ഫോറിൻ പ്രൊഡക്റ്റ്. അതായത് പബ്ലിക്, പൊതുജനങ്ങൾ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റ്, ഫോറിൻ പ്രൊഡക്റ്റ്, അത് എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ചെയ്യുക. ദെൻ ബോയ്ക്കോട്ട് ഇലക്ഷൻ. ദെൻ റിട്ടേൺ ടു ദ ബ്രിട്ടീഷ് അവാർഡ് ആൻഡ് പ്രൈസസ്. ബ്രിട്ടീഷുകാരിൽ നിന്നും വാങ്ങിയ അവാർഡുകളും പ്രൈസസുകളൊക്കെ എന്ത് ചെയ്യുക? അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ദെൻ ഡിനയൽ ഓഫ് ടാക്സ്, നികുതി, ടാക്സ് കൊടുക്കാതിരിക്കുക. ദെൻ ദ സ്റ്റുഡൻറ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ. സ്റ്റുഡൻസ് എന്ത് ചെയ്യുക? വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ബ്രിട്ടീഷുകാരുടെ അണ്ടറിലുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? ബോയ്ക്കോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഗാന്ധിജി ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നോക്കൂ, ദ എക്സാമ്പിൾസ് ഓഫ് ഹൗ ദ ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ട് ടു ദ ഗാന്ധീസ് അപ്പീൽ. നോൺ കോപ്പറേഷന്റെ ഭാഗമായിക്കൊണ്ട് ഗാന്ധിജി നടത്തിയ ഈ ഒരു ആഹ്വാനത്തെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് അല്ലെ. നോക്കൂ, ദ ഫാമേഴ്സ് ഇൻ ഔത്ത് റിഫ്യൂസ് ടു പേ ടാക്സ്. ഔത്തിലെ ഫാമേഴ്സ് എന്ത് ചെയ്യാണ്? അവർ ടാക്സ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യില്ല? റിഫ്യൂസ് ചെയ്തു. ദേ റിഫ്യൂസ് ടു പേ ടാക്സ്. അവർ ടാക്സ് കൊടുത്തില്ല. ദ ട്രൈബൽ ഗ്രൂപ്പ് ഇൻ നോർത്തേൺ ആൻഡ് ആന്ധ്ര entered the forest and collected the forest produce violating the forest law. ഫോറസ്റ്റ് ലോ ഉണ്ടായിരുന്നു. എന്താണ് ഫോറസ്റ്റ് ലോ? ഒരു വന നിയമം ഉണ്ട് അല്ലെ. അതായത് വന നിയമപ്രകാരം ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഏരിയ ഉണ്ട് വനത്തിനുള്ളിൽ, ആ ഏരിയയിലേക്ക് വേറെ ആർക്കും കടക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നമുക്കറിയാം ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് ജീവിക്കുന്ന എവിടെയായിരുന്നു? ദേ ആർ ലിവിങ് ഇൻ ദ ഫോറസ്റ്റ്. സോ ആ നിയമം, വന നിയമം ലംഘിച്ചുകൊണ്ട് ഫോറസ്റ്റിൽ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്തു? ഫോറസ്റ്റിലേക്ക് കയറി. ആൻഡ് ദ ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് റിഫ്യൂസ് ടു ക്യാരി ദ ലഗേജ് ഓഫ് കൊളോണിയൽ ഓഫീസേഴ്സ്. അതായത് കൊളോണിയൽ ഓഫീസേഴ്സിന്റെ ബാഗും ലഗേജൊക്കെ ഉത്തർപ്രദേശിലെ ഫാമേഴ്സ് എന്ത് ചെയ്തു? അവർ ചുമട്ട് തൊഴിലാളികളുണ്ട് അല്ലെ. സോ അവരത് ചുമക്കുന്നതിൽ എന്ത് ചെയ്തു? അവർ റിഫ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾ എന്ത് ചെയ്തു? ഇവരെല്ലാവരും സ്വീകരിച്ചു. ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ട്. ഈ രീതിയിലാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ സൊസൈറ്റി ഗാന്ധിയുടെ ആ ആഹ്വാനത്തോട്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനോട് സഹകരിച്ചത്. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും എന്ത് ചെയ്തു? ഇതിനെ കൂടെ ചേർന്ന് നല്ല രീതിയിൽ ഇതിനെ റെസ്പോണ്ട് ചെയ്തു. നോക്കൂ, ആൻഡ് ദ വർക്കേഴ്സ് ടെക് വർക്ക്. തൊഴിലാളികൾ എന്ത് ചെയ്തു? പണി മുടക്കി. ദെൻ ലോയേഴ്സ് ബോയ്ക്കോട്ട് കോർട്ട്. ദെൻ സ്റ്റുഡന്റ് quite college and school run by the British and the public including women burned the foreign cloth on the street. This is another important point. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ക്ലോത്തുകൾ, ദ മെയ്ഡ് ഇൻ ബ്രിട്ടീഷ്. നമുക്കറിയാം ഒരുപാട് വസ്തുക്കൾ ബ്രിട്ടീഷുകാർ മെഷീൻ നിർമ്മിതമായ വസ്തുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് അല്ലേ. സോ ആ സമയത്ത് ബ്രിട്ടീഷുകാർ വിൽക്കുന്ന വസ്ത്രങ്ങൾ മുഴുവൻ സാധനങ്ങളും എന്താ ചെയ്തത്? ബേൺ ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദ സ്ട്രീറ്റ്. തെരുവുകളിൽ, റോഡുകളിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവർ കത്തിക്കുകയാണ് ചെയ്തത്. ദ പബ്ലിക് ഇൻക്ലൂഡിംഗ് വുമൺ ബേൺ ഫോറിൻ ക്ലോത്ത് ഓൺ ദ സ്ട്രീറ്റ്. And the Gandhi called for construction work
along with the boycott in the time of non-cooperation movement. അതായത് ബോയ്ക്കോട്ട് ചെയ്യാൻ മാത്രമല്ല ഗാന്ധി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. Along with the boycott activities, Gandhi also called for construction work. എന്താണ് കൺസ്ട്രക്ഷൻ വർക്ക് എന്ന ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കൂടി ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, ആഹ്വാനം നൽകിയിട്ട്. എന്തൊക്കെയാണ് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ? ഇൻസ്പയർഡ് ബൈ ദിസ് പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ്. എന്ത് ചെയ്തു? ആ ഗാന്ധിയുടെ ആഹ്വാന പ്രകാരം ഇൻഡിജീനിയസ് ആയ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊഡക്ഷൻ തുടങ്ങി. പല കാര്യങ്ങളും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. സ്പിൻ ഖാദി ക്ലോത്ത് യൂസിങ് ചരക്ക ഉപയോഗിച്ചുകൊണ്ട് നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ചു. ദെൻ എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾസ് ആൻഡ് പോപ്പുലൈസ്ഡ് ഹിന്ദി. മറ്റൊരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആയിരുന്നു എന്ത്? എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾ. നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. സോ അലോങ് വിത്ത് ദാറ്റ് Gandhi asked to establish national schools and popularized Hindi. നാഷണൽ എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനും അതോടൊപ്പം തന്നെ പോപ്പുലറൈസ് ഹിന്ദി, നമ്മുടെ ലാംഗ്വേജ് ആയ ഹിന്ദി പോപ്പുലറൈസ് ചെയ്യാനും വേണ്ടി ഗാന്ധി ആഹ്വാനം ചെയ്തു. ദെൻ സ്റ്റുഡൻറ് ഹു ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വെർ അട്രാക്ട് ടു നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബോയ്ക്കോട്ട് ചെയ്ത സ്റ്റുഡൻസ് എങ്ങോട്ട് വരാൻ തുടങ്ങി? ദേ അട്രാക്ട് ടു നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. So these are some of the school in that formed in that time. So നോക്കൂ, the Kashi Vidyapith, Gujarat Vidyapith and the Jamia Millia. So these are some schools formed during that time. Non-cooperation movement സമയത്ത് ഫോം ചെയ്ത ചില സ്കൂളുകളുടെ പേരുകളാണിത്. So only 3 you must by heart it. Kashi Vidyapith, Gujarat Vidyapith and Jamia Millia. Okay. So next is Khilafat movement. Non-cooperation movement ആ സെയിം പീരീഡിൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റൊരു മൂവ്മെന്റ് ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ്. ഖിലാഫത്ത് മൂവ്മെന്റ് ഈസ് founded by the Muhammad Ali and Shaukat Ali. So they are known as Ali brothers. ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഫോം ചെയ്ത രണ്ട് ആളുകളാണ് മുഹമ്മദ് അലി ആൻഡ് ദ ഷൗക്കത്ത് അലി. They are also known as Ali brothers. Ali brothers എന്നാണ് അവരെ അറിയപ്പെടുന്നത്, അലി ബ്രദേഴ്സ്. സോ എന്തായിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റിനെ നമ്മുടെ നാഷണൽ മൂവ്മെന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ഗാന്ധിജി എന്താണ് ഉദ്ദേശിച്ചത്? നോക്കൂ, ബൈ ഡിക്ലെയറിംഗ് ദ ഖിലാഫത്ത് മൂവ്മെന്റ് ആസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഗാന്ധി എൻഷുർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനാണ് ഗാന്ധി എന്ത് ചെയ്തത്? ഈ ഖിലാഫത്ത് മൂവ്മെന്റിനെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായി ജോയിൻ ചെയ്യിപ്പിച്ചത്. സോ നോക്കൂ, ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ടു ദ നോക്ക് ആൻഡ് corner of the nation. Gandhi traveled along with the Khilafat leaders and spread the anti-British feeling to all corner of the country. നമ്മുടെ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ലീഡേഴ്സിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രചരണം നടത്താൻ ആർക്ക് സാധിച്ചു? ഗാന്ധിക്ക് സാധിച്ചു. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് ഇന്റൻസിഫൈഡ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് ദ ഖിലാഫത്ത് മൂവ്മെന്റ്. ഖിലാഫത്ത് മൂവ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം യൂണിറ്റി. നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഐക്യം ഇന്റൻസിഫൈഡ് ചെയ്യാൻ വേണ്ടി ആർക്ക് സാധിച്ചു? ഗാന്ധിജിക്ക് സാധിച്ചു. സോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ അതേപോലെ തന്നെ അത്രത്തോളം പ്രധാനമുള്ള ഒരു ഭാഗമാണ് ഇത് ഖിലാഫത്ത് മൂവ്മെന്റ്. സോ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ലീഡേഴ്സ് ആയിരുന്നു മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. They both are known as Ali brothers. അലി ബ്രദേഴ്സ് എന്നായിരുന്നു അവർ അറിയപ്പെട്ടത്. സോ എന്തായിരുന്നു ഈ ഖിലാഫത്ത് മൂവ്മെന്റിനെ നാഷണൽ മൂവ്മെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ ഗാന്ധിജി എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ കാരണം? ബിക്കോസ് the Khilafat movement as a part of Indian national movement, Gandhi ensured the active participation of മുസ്ലിങ്ങളെ കൂടുതലായിട്ട് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ എന്തായിരുന്നു? ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ടു ദ നോക്ക് ആൻഡ് കോർണർ ഓഫ് ദ നേഷൻ ആൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് ഇന്റൻസിഫൈഡ്. ദിസ് അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കുന്നതിൽ ഗാന്ധിജിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിച്ചു. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ എ ടൈം ദ ഗാന്ധി സ്റ്റോപ്പ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഒരു സമയത്ത് എന്ത് ചെയ്യാണ്? ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാണ്. ഹി കാൺട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? അതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഡിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്തായിരുന്നു അതിൻ്റെ കാരണം? ഹിയർ ദ കോസ് ഇസ് ചൗരി ചൗര ഇൻസിഡന്റ്. So here you can see that describes circumstances that prompt Gandhi to stop the non-cooperation movement. എങ്ങനെയാണ് ഗാന്ധിജി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്ത്? നോക്കൂ, ദ ചൗരി ചൗര ഇൻസിഡന്റ്. ദിസ് ഈസ് ദ പ്രോബ്ലം. ചൗരി ചൗര എന്താണ്? ചൗരി ചൗര ഇൻസിഡന്റിൽ സംഭവിച്ചത്? ദ റെസ്പോൺസ് ടു ദ പോലീസ് ഫയറിംഗ് മോബ്
at Chowri Chowra, Uttar Pradesh, a village set ablaze of police station and 22 policemen died. അതായത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന പ്രദേശത്തെ ഒരു ആൾക്കൂട്ടത്തിന് നേരെ പോലീസുകാർ ഫയർ ചെയ്തതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തു? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ തീയിടുകയും കത്തിക്കുകയും അവിടെ 22 പോലീസുകാർ 22 പോലീസ്മാൻ were died. 22 പോലീസുകാർ മരണപ്പെട്ടു. സോ ആ സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്യാണ്? He stopped the non-cooperation movement. ഈ non-cooperation movement അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. So this incident disappointed the Gandhiji. So he called for stopping the non-cooperation movement because Gandhian സമരമാർഗം എന്തായിരുന്നു? It is non-violence and satyagraha അല്ലെ, അഹിംസയായിരുന്നു, നോൺ വയലൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വയലൻസ് സംഭവിച്ചില്ല, 22 ആളുകൾ മരിച്ചു. അപ്പൊ ഗാന്ധി എന്താണ് പറഞ്ഞത്? ദ ഐഡിയ ഓഫ് നോൺ വയലൻസിന്റെ ഐഡിയ എന്ത് ചെയ്തില്ല, ഇപ്പോഴും ഇന്ത്യൻ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഐ സ്റ്റോപ്പ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഞാൻ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഈ പ്രസ്ഥാനത്തെ ഗാന്ധിജി അവിടെ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. 1990 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ലീഡ് ചെയ്യുന്ന ദ ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ ആണ്, അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ് ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അദ്ദേഹം ഒരുപാട് ബോയ്ക്കോട്ട് ആക്ടിവിറ്റീസ് അദ്ദേഹം എന്ത് ചെയ്തു? പുട്ട് ഫോർവേഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഹി ആൾസോ ഇംപ്ലിമെന്റ് സോ മെനി ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതോടൊപ്പം തന്നെ ജോയിനിങ് ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റിനെയും അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ കൂടെ ജോയിൻ ചെയ്യും. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം? എന്തായിരുന്നു? To make sure the participation of Muslims in the freedom struggle, and he also make sure the unity, Hindu-Muslim unity അദ്ദേഹം എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന് ഉറപ്പുവരുത്താൻ സാധിച്ചു. ബട്ട് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്തില്ല? അതിന്റെ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. ബിക്കോസ് എന്ത് ചെയ്യാണ്? അറ്റ് എ ടൈം ഹി സ്റ്റോപ്പ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഒരു സമയത്ത് അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ദ റീസൺ ഈസ് ചൗരി ചൗര ഇൻസിഡന്റ് കാരണം അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. സോ ആഫ്റ്റർ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ദ സെക്കൻഡ് movement led by Mahatma Gandhi is Purna Swaraj or civil disobedient movement. Purna Swaraj and civil disobedient movement. So this is an important decision taken in the Lahore session of Indian National Congress and 1929 chaired by Jawaharlal Nehru. 1929 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് എന്ത് തീരുമാനം എടുക്കുന്നത്? പൂർണ്ണ സ്വരാജ് സിവിൽ ഡിസോബീഡിയന്റ് മൂവ്മെന്റ് എന്നൊരു മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. എന്താണ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഹിന്ദി ടേം. പൂർണ്ണ സ്വരാജ് മീൻസ് കംപ്ലീറ്റ് ഫ്രീഡം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരിപൂർണ സ്വാതന്ത്ര്യം. സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡം. ഇനി നമുക്ക് എന്തല്ല, സ്വാതന്ത്ര്യത്തിൽ ഫ്രീഡത്തിൽ കുറഞ്ഞ യാതൊരുവിധ കോംപ്രമൈസിനും ആര് തയ്യാറല്ല? ഇന്ത്യക്കാർ തയ്യാറല്ല എന്നൊരു എന്നൊരു ഐഡിയോളജിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നോക്കൂ, ദ സെഷൻ ഡിക്ലെയർ ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ടു അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം. എന്താണ് നമ്മുടെ മെയിൻ ഉദ്ദേശം? കംപ്ലീറ്റ് ഫ്രീഡം. അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ട കംപ്ലീറ്റ് ഫ്രീഡം, മുഴുവൻ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുക എന്നതാണ്. അല്ലെ, അതിൽ കുറഞ്ഞ യാതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, and it is also resolved to start the civil disobedient movement under the leadership of Mahatma Gandhi. ഇതെന്താണ്? It is also resolved to start the civil disobedient movement under the leadership of Mahatma Gandhi. മഹാത്മാഗാന്ധി നേതൃത്വത്തിൽ സിവിൽ ഡിസോബീഡിയന്റ് മൂവ്മെന്റ്, സിവിൽ നിയമലംഘന മൂവ്മെന്റ് എന്ത് ചെയ്തു? ഇതിനോടൊപ്പം നടത്തി. അതോടൊപ്പം with the civil disobedient, Gandhi mean to disobey all the anti-popular and anti-democratic civil laws. എന്താണ് ഈ സിവിൽ ഡിസോബീഡിയന്റിന്റെ ഭാഗമായി ഗാന്ധിജി ആഹ്വാനം ചെയ്ത എല്ലാ നിയമങ്ങളും എതിർക്കുക എന്നാണോ? അല്ല. എന്തായിരുന്നു? mean to disobey all the anti-popular and anti-democratic civil laws. അന്ന് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആന്റി ഡെമോക്രാറ്റിക് ആയിട്ടും ആന്റി പോപ്പുലർ ജനദ്രോഹപരമായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമങ്ങളെ എതിർക്കുക എന്നതായിരുന്നു ഈ സിവിൽ ഡിസോബീഡിയന്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം. സോ നോക്കൂ, ഒന്നുപാട് നോക്കുക. പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസോബീഡിയന്റ് മൂവ്മെന്റ് 1929 ലാഹോർ സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷനിൽ നടന്ന
1929 ലാഹോർ സെഷനിൽ നടന്ന മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഈ പൂർണ്ണ സ്വരാജും സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നോക്ക് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? പൂർണ്ണ സ്വരാജ് എന്നാൽ കംപ്ലീറ്റ് ഫ്രീഡം അല്ലേ. നമുക്ക് എന്തല്ല, ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ടു അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം. മുഴുവൻ സ്വാതന്ത്ര്യം അല്ലെ, പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തെ കുറഞ്ഞു വന്ന് ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു അതിന്റെ പ്രധാന ഇത്. പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, അത് ഗാന്ധിജി ആഹ്വാനം ചെയ്താണ് എന്ത് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഗാന്ധി mean to disobey all the anti-popular and anti-democratic laws. മുഴുവൻ അന്ന് നിലവിലുണ്ടായിരുന്ന മുഴുവൻ ജനദ്രോഹ നിയമങ്ങളെയും ജനാധിപത്യ വിരുദ്ധ നിയമങ്ങളും എന്ത് ചെയ്യുക, പൂർണ്ണമായി എതിർക്കുക. ഇതായിരുന്നു സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ആയിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച 2 ഐഡിയോളജീസ്. ഓക്കെ, സോ ഈ നിയമത്തിന്റെ ഭാഗമായിക്കൊണ്ട് നോക്കൂ, വാട്ട് ആർ ദ പ്രൊപ്പോസൽ ദാറ്റ് ഗാന്ധി പുട്ട് ഫോർവേഡ് ആസ് എ പാർട്ട് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്. നോക്കൂ, എന്തൊക്കെ പ്രൊപ്പോസലാണ് ഗാന്ധി ആഹ്വാനം ചെയ്തത്? ദ ഫസ്റ്റ് വൺ, ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആഹ്വാനം ചെയ്ത കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. യു മസ്റ്റ് റിമെമ്പർ ദിസ്. ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ഉപ്പിന്റെ ടാക്സ് അല്ലെ, ഉപ്പിന്റെ ടാക്സ് എടുത്ത് കളയുക. ടു ഡിക്രീസ് 50% ഓഫ് ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ 50% പകുതി ടാക്സ് റിലാക്സേഷൻ ചെയ്തു കൊടുക്കുക. ടു ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ക്ലോത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ചെയ്യുന്ന ഫോറിൻ ക്ലോത്തിന് എന്ത് ചെയ്യുക, ടാക്സ് കൂട്ടുക. കാരണം എന്താണ്, ടാക്സ് കൂട്ടി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ വില കൂടി കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കില്ല, ഇന്ത്യക്കാരെ ഉപയോഗിക്കില്ല. സോ ടു റിലീസ്ഡ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, അന്ന് ജയിലിലായ സ്വാതന്ത്ര്യ സമര സേന ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരെന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. ആൻഡ് ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽ. അന്നുണ്ടായിരുന്ന മിലിറ്ററി ബഡ്ജറ്റ്, വലിയ സൈനിക ചെലവായിരുന്നു. അതോടൊപ്പം തന്നെ സൈനികരുടെ വലിയ ഉദ്യോഗസ്ഥന്മാർക്കും വലിയ സാലറി ആയിരുന്നു കൊടുത്തിരുന്നത്. അതൊക്കെ ആരുന്ന എടുക്കുന്ന പണമാണ്? ഫ്രം ദ ഇന്ത്യൻ. സോ അതൊക്കെ എന്ത് ചെയ്യുക, വെട്ടി കുറയ്ക്കാൻ വേണ്ടി അവർ പറഞ്ഞു. ആൻഡ് ടു ഡിസോൾവ് ദ സീക്രട്ട് സർവൈലൻസ് വിങ് ഫോം ടു വാച്ച് ഇന്ത്യൻസ്. ഇന്ത്യക്കാരെ വാച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ രഹസ്യ ആളുകളുണ്ട്, സ്പൈകൾ, അവരെന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അവരെ പിരിച്ചുവിടാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. ആൻഡ് ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ് ആൻഡ് ടു ഇംപ്ലിമെന്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്കർ. എന്താണ് ലിക്കർ അല്ല, ലഹരിക്കെതിരെ മദ്യനിരോധനവും എന്ത് ചെയ്തു, ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഗാന്ധി സിവിൽ ഡിസോബീഡിയന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആഹ്വാനങ്ങളാണത്. ആരോട്? ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. സോ ഈ സിവിൽ ഡിസോബീഡിയന്റെ ഭാഗമായിട്ട് നടന്ന ഫസ്റ്റ് ഒരു മാസ് അജിറ്റേഷൻ ആയിരുന്നു ഇത്, സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം അല്ലെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് ലിസൺ. എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ? ദ ഇൻസ്പയർഡ് ബൈ ദ കോൾ ഓഫ് ഗാന്ധി, people in various parts of the country started to produce salt on their own and violating the British regulation. ബ്രിട്ടീഷുകാർ അന്ന് ഉപ്പിന് വലിയ നികുതിയാണ് കൊടുത്തിരുന്നത്. വെരി ഹൈ ടാക്സ് ആയിരുന്നു ഉപ്പിനുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ടാക്സ് റവന്യൂയുടെ 1/5 അഞ്ചിൽ ഒരു ഭാഗം എന്തായിരുന്നു, ഉപ്പിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ആയിരുന്നു. അത്രത്തോളം ടാക്സ് ഉപ്പിനുണ്ടായിരുന്നു. സോ ഗാന്ധിയുടെ ആഹ്വാന പ്രകാരം എന്ത് ചെയ്തു ആളുകൾ, in the call of Gandhi, people in various parts of the country started to produce salt on their own and violating the British regulations. അവർ സ്വന്തമായിട്ട് ഉപ്പ് കുറുക്കിയെടുക്കാനും ബ്രിട്ടീഷുകാരുടെ നിയമത്തെ എന്ത് ചെയ്തു, വയലേറ്റ് ചെയ്യാനും അവർ തീരുമാനിക്കുകയും ഇന്ത്യയുടെ പല ഭാഗത്ത് എന്ത് ചെയ്തു, വലിയ രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉപ്പ് സത്യാഗ്രഹമായി നടന്നു. ഒന്ന് ഏതാണ് പയ്യന്നൂർ ഇൻ കേരള, നമ്മുടെ കേരളത്തിൽ പയ്യന്നൂർ വെച്ച് നടന്നു. ആൻഡ് വേദാർണ്യ ഇൻ തമിഴ്നാടു, ബോംബെ ഇൻ മഹാരാഷ്ട്ര, and Noakhali in Bengal and northwest frontier of Province were some of the center of these protests. പ്രധാനമായും ഉപ്പ് സത്യാഗ്രഹം നടന്ന ചില സെന്റേഴ്സ് ആണിത്, മറന്നു പോകരുത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? കേരളത്തിൽ പയ്യന്നൂരാണ്, ദെൻ വേദാർണ്യ ഇൻ തമിഴ്നാടു, ബോംബെ ഇൻ മഹാരാഷ്ട്ര ആൻഡ് നോഖായ് ഇൻ ബംഗാൾ. നോക്കൂ, ആസ് പാർട്ട് ഓഫ് ദ പ്രൊട്ടസ്റ്റ് the വളണ്ടിയർ മെയ്ഡ് സാൾട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ പബ്ലിക്. എന്താണ് ഇതിന്റെ ഭാഗമായി ചെയ്തത്? ഇതിന്റെ സമരത്തിൽ പങ്കെടുത്ത വളണ്ടിയേഴ്സ് സ്വന്തമായി ഉപ്പ് കുറുക്കുകയും അതെന്ത് ചെയ്തു, ജനങ്ങൾക്ക് സ്വന്തമായി നൽകുകയും ചെയ്തു. ഓക്കെ, സോ ഉപ്പ് സത്യാഗ്രഹം വളരെ, എന്താ ഉപ്പ് സത്യാഗ്രഹം ഒന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഇത്രയും പോയിന്റ് നിങ്ങൾ നിർബന്ധമായി എന്തായിരിക്കണം, പഠിച്ചിരിക്കണം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു സ്ട്രഗിൾ ആയിരുന്നു സാൾട്ട് സത്യാഗ്രഹം. സാൾട്ട് സത്യാഗ്രഹം എന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. സോ അത് കൃത്യമായി പഠിച്ചിരിക്കുക. സോ സിവിൽ ഡിസോബീഡിയന്റെ ഭാഗമായിട്ട് നടന്ന ഒരു സംഭവമായിരുന്നു എന്ത്, സാൾട്ട് സത്യാഗ്രഹം. ഇന്ത്യയുടെ പല ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സാൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. നോക്കൂ, അതിന്റെ ഭാഗമായി പിന്നെ എന്താ, ഹോയിസ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ആൻഡ് ചേഞ്ച്ഡ് ആന്റി ബ്രിട്ടീഷ് സ്ലോഗൻ. ദെൻ ദ ബ്രിട്ടീഷ് പോലീസ് severely tortured of volunteers and later Sarojini Naidu, who had set out the
ദർശന സാൾട്ട് ഫീൽഡ് ഇൻ ഗുജറാത്ത്. അതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ ദർശന സാൾട്ട് ഫീൽഡിൽ അന്ന് സമരം സാൾട്ട് സത്യാഗ്രഹമൊക്കെ ലീഡ് ചെയ്തത് സരോജിനി നായിഡു ആയിരുന്നു. അവരെന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാർ ക്രൂരമായി നേരിടുകയാണ് ചെയ്തത്. ആൻഡ് ദ ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് ദ മൂവ്മെന്റ് വാസ് സപ്രസ്ഡ് കളസ്ലി. എന്താ പറഞ്ഞത്? ഇതിനുശേഷം ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് ദ മൂവ്മെന്റ് വാസ് സപ്രസ്ഡ്. ബ്രിട്ടീഷുകാർ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുകയും ഈ ഒരു മൂവ്മെന്റിനെ എന്ത് ചെയ്യാണ്, അടിച്ചമർത്തുകയുമാണ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് സോൾട്ട് സത്യാഗ്രഹത്തെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. സോൾട്ട് സത്യാഗ്രഹ സിവിൽ ഡിസോബീഡിയൻ നിയമത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധി ആഹ്വാനം ചെയ്തതായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അത് നടന്നു. അവരെന്താ ചെയ്തത്? they produce salt their own, അല്ലേ? അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? അവർ ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്തു, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ടു ദ പബ്ലിക്. ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ്, എന്തുകൊണ്ടായിരിക്കും ഉപ്പിനെ ഒരു ടൂളായിട്ട് ഗാന്ധി എടുക്കാൻ കാരണം? സാൾട്ടിനെ എന്തുകൊണ്ടാണ് ഗാന്ധിജി ഒരു ടൂളാക്കി എടുക്കാൻ കാരണം? നോക്കൂ. The reason for Gandhi select salt was a powerful weapon against the British. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഉപ്പ് സത്യാഗ്രഹം, അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഗാന്ധിജി സാൾട്ടിനെ വലിയൊരു ടൂളാക്കി എടുക്കാൻ കാരണം? The reason is nothing but the salt tax constitute 2/5 portion of income collected by the British through tax. ടാക്സിലൂടെ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് എന്തിൽ നിന്നായിരുന്നു? ഉപ്പിൽ നിന്നായിരുന്നു. And this tax was heavy burden for the poor people. That is the point. എന്താണ്? പുവർ പീപ്പിൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ടാക്സ് എന്തായിരുന്നു? വലിയ പ്രശ്നമായിരുന്നു. The tax was a heavy burden for the poor people, and the British government banned small scale indigenous salt production. That is another problem. എന്തായിരുന്നു? ചെറുകിട ഉപ്പ് പ്രൊഡ്യൂസേഴ്സിനെ, നിർമ്മാണക്കാരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു. എന്ത് ചെയ്തു? അവർക്ക് ഒരിക്കലും ബാൻ ചെയ്തു. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചെറിയ രീതിയിൽ ഉപ്പ് ഉണ്ടാക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാർക്ക് മാത്രമേ എന്തിനുള്ള അധികാരമുള്ളൂ? ഉപ്പ് സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. സോ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് ദ സ്മോൾ സ്കെയിൽ ഇൻഡിജിനിയസ് സാൾട്ട് പ്രൊഡക്ഷൻ and there was a 3-fold hike on salt price. ഉപ്പിന്റെ വില എന്ത് ചെയ്തു? 3 മടങ്ങായിട്ട് ആ സമയത്ത് വർദ്ധിച്ചു. And the demand for lifting salt tax was a slogan suitable to inspire all the segment of society. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? കാര്യം മനസ്സിലായി. അതായത് എല്ലാ സാധാരണക്കാരെയും ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു എന്ത്? ഉപ്പിന്റെ മേലുണ്ടായിരുന്ന ടാക്സും ഉപ്പിന്റെ വിലയും. അപ്പോൾ ഈ ഒരു ഉപ്പിനെ, സാൾട്ടിനെ ഒരു ടൂളാക്കി മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും, അതായത് സാധാരണക്കാരായ മുഴുവൻ ആളുകളുടെയും പിന്തുണയും ഈ ഒരു സമരത്തിന് ലഭിക്കും എന്ന പൂർണ്ണമായ ബോധ്യം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് he select salt as a powerful weapon. അതുകൊണ്ടാണ് ഗാന്ധിജി ഒരു ഉപ്പിനെ ഒരു പവർഫുൾ വെപ്പൺ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് 1929 ആണ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? 1929 ലാഹോർ സെഷനിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു തീരുമാനം എടുക്കുന്നത്. സിവിൽ ഡിസോബീഡിയൻ്റെ ഭാഗമായിക്കൊണ്ട് എന്താണ് ഗാന്ധി ആൻറ്റി പോപ്പുലർ ആൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് ലോസ്, അല്ലെ, നിയമങ്ങളെ എതിർക്കാനാണ് ഗാന്ധി ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു മാസ് അജിറ്റേഷൻ ആയിരുന്നു സാൾട്ട് സത്യാഗ്രഹ. ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അവർ കേരള ഓൾസോ. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി എന്തിനാണ് സാൾട്ട്, അല്ലേ, വലിയൊരു ടൂളാക്കി ഗാന്ധി എടുക്കാൻ കാരണം? ബിക്കോസ് എന്തായിരുന്നു? ഇറ്റ് വാസ് സ്ലോഗൻ സ്യൂട്ടബിൾ ഇൻസ്പയറിംഗ് ഓൾ സെഗ്മെന്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്ലോഗൻ ആണ് ഉപ്പ്. കാരണം എന്താണ്? ഉപ്പിൻ്റെ വിലയും ടാക്സും ഒക്കെ സാധാരണക്കാരായ ആളുകളെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തിയിരുന്നു. സോ ദ തേർഡ് മാസ് മൂവ്മെന്റ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ലെഡ് ബൈ മഹാത്മാ ഗാന്ധി അണ്ടർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയും നേതൃത്വം നൽകിയ ഏറ്റവും അവസാനത്തെ ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. നോക്കൂ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാർ പൂർണ്ണമായും എന്ത് ചെയ്യുക? ഇന്ത്യ വിടുക, അല്ലേ? നോക്കൂ, this was a call of Gandhi in the conference of National Congress held in Bombay in 1942. The Quit India movement was the last popular protest organized by the Indian National Congress under the leadership of Mahatma Gandhi. മഹാത്മാ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഏറ്റവും അവസാനത്തെ ഒരു നാഷണൽ മൂവ്മെന്റ് ആയിരുന്നു ഏത്?
the Quit India movement. And the Quit India was yet another popular movement like civil disobedient movement. നമ്മുടെ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റ് പോലെ തന്നെ രാജ്യവ്യാപകമായിട്ട് അക്രോസ് ദ കൺട്രി, നമ്മുടെ രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു Quit India movement. So it was a mass movement based on the ideology of non-violence, meant to be forced the British to leave the country, offering complete freedom to Indians. എന്താ പറഞ്ഞത്? മുഴുവൻ സ്വാതന്ത്ര്യവും ഇന്ത്യക്കാർക്ക് നൽകിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക? ഇന്ത്യ വിടുക. അതായിരുന്നു ഇതിൻ്റെ മസ് സ്ലോഗൻ. സോ ഇറ്റ് വാസ് എ മാസ് മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഐഡിയോളജി നോൺ വയലൻസ്. അഹിംസയിലായിരുന്നു, ദാറ്റ് ഈസ് അനദർ ഗാന്ധിയുടെ നോൺ വയലൻസ് ആയിരുന്നു ഇതിൻ്റെ മറ്റൊരു ടൂള്. എന്താ നോൺ വയലൻസിലൂടെ തന്നെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്യേണ്ടത്? ബ്രിട്ടീഷുകാർ അവരുടെ മുഴുവൻ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യം തിരിച്ചു തന്നിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. സോ നോക്കൂ, എന്തൊക്കെയാണ് ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലെ വലിയ മൂവ്മെൻറ്റിനെ സ്റ്റാർട്ട് ചെയ്യാണ്ടായ പ്രധാന കാരണങ്ങൾ നോക്കൂ. ദ ഫസ്റ്റ് വൺ, the reluctance of the British to implement constitutional reforms in India. അത് ഇന്ത്യയിൽ പ്രത്യേക ഭരണപരമായ യാതൊരുവിധ റിഫോംസും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോക്കൂ, ദെൻ ദ പബ്ലിക് ഡിസ്ഗസ്റ്റ് വിത്ത് ദ പ്രൈസ് ഹൈക്ക് ആൻഡ് ഫെമിൻ. എന്താണ് വിലക്കയറ്റവും വിലവർധനവും ഒക്കെ എന്ത് ചെയ്യാണ്? ജനങ്ങളെ വലിയ പ്രയാസത്തിലാക്കി. ആൻഡ് the assumption of that the British would defeat in the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് തോൽക്കും എന്നൊരു ചിന്ത കൂടി എന്ത് ചെയ്യാണ്? ഇന്ത്യക്കാരെ ഈ രീതിയിലെ ഒരു മാസ് മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി തോന്നിപ്പിക്കുക ചെയ്തത്. The instruction given to the people by the Gandhi as a part of Quit India movement. Quit India movement ഭാഗമായിക്കൊണ്ട് ഗാന്ധിജി എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ് ജനങ്ങൾക്ക് നൽകിയത്? The princely state shall recognize the sovereignty of their people. അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്, അന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നുണ്ടായില്ല, നാട്ടുരാജ്യങ്ങൾ. ഈ നാട്ടുരാജ്യങ്ങളെ രാജാക്കന്മാർ എന്ത് ചെയ്യണം? ഷാൾ റെക്കഗ്നൈസ് ദ സോവറിറ്റി ഓഫ് ദെയർ പീപ്പിൾ. അവിടുത്തെ ജനങ്ങളുടെ പരമാധികാരത്തെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതായത് ജനങ്ങൾക്ക് അവരുടേതായ പവർ ഉണ്ട് അല്ലേ? സോ അതെന്ത് ചെയ്യുക? അത് അംഗീകരിക്കണം. ആൻഡ് ദ ഫാമേഴ്സ് ഷാൾ നോട്ട് ടു പേ ടാക്സ്. കർഷകർ എന്ത് ചെയ്യരുത്? നികുതി കൊടുക്കരുത്. ആൻഡ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഷാൾ ഡിസ്ക്ലോസ് ദെയർ ലോയൽറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിതൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻ. അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽ, അന്നത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽ ആരായിരിക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലേ? അവരെന്ത് ചെയ്യണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള അവരുടെ ലോയൽറ്റി അതെന്ത് ചെയ്യണം? അവർ ഉറക്കെ പ്രഖ്യാപിക്കണം. അവർ ആരുടെ ഭാഗമാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് പറയേണ്ടത്? വിത്തൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻ. അവരുടെ ജോലിയോ അല്ലെങ്കിൽ അവരുടെ പൊസിഷനോ ഒന്നും റിസൈൻ ചെയ്യാതെ തന്നെ അവർ നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമാണെന്ന് ചെയ്യണം അവർ പറയണം. ദെൻ വിത്തൗട്ട് ക്വിറ്റിംഗ് ദെയർ പൊസിഷൻ ഇൻ ദ ആർമി സോൾജേഴ്സ് ഷാൾ ഡിസ്ഒബേ ടു ഷൂട്ട് ആൻഡ് കിൽ ഇന്ത്യൻസ്. ആർമീസ്, അതായത് പട്ടാളക്കാർ, സോൾജേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ ആൻഡ് സോൾജേഴ്സ് ഷാൾ ബോയ്കോട്ട് ടു ഷൂട്ട് ആൻഡ് കിൽ ദ ഇന്ത്യൻസ് വിത്തൗട്ട് ക്വിറ്റിംഗ് ദെയർ പൊസിഷൻ. അവരുടെ പൊസിഷൻ അല്ലെങ്കിൽ അവരൊന്ന് റിസൈൻ ചെയ്യാതെ ആർമിയിൽ എന്ത് ചെയ്യണം? സോൾജേഴ്സ് ഷാൾ ഡിസ്ഒബേ ടു ഷൂട്ട് കിൽ ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കെതിരെ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൊല്ലാൻ അവരെന്ത് ചെയ്യണം? വിസമ്മതിക്കണം. നോക്കൂ, ദെൻ ഇഫ് പോസിബിൾ ദ സ്റ്റുഡൻറ് ഷാൾ ബോയ്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് എ ഫ്രീഡം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വിദ്യാർത്ഥികളോടും ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? ചില ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇഫ് പോസിബിൾ, നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റുഡൻറ് ഷാൾ ബോയ്കോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടിൽ അറ്റൈൻ ഫ്രീഡം. സ്വാതന്ത്ര്യം കിട്ടുന്നവരെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇൻസ്ട്രക്ഷൻ, ഗാന്ധി ജനങ്ങൾക്ക് നൽകിയ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. ഒന്നെന്തായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റിലെ നാട്ടുരാജ്യങ്ങൾ അവരുടെ ദ സോവറിറ്റി ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. ഫാമേഴ്സ് നോട്ട് ടു പേ ലാൻഡ് ടാക്സ്, കർഷകർ എന്ത് ചെയ്യരുത്? ഭൂനികുതി നൽകരുത്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൾ ഡിസ്ക്ലോസ് ദെയർ ലോയൽറ്റി. എന്ത് ചെയ്യണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള അവരുടെ ലോയൽറ്റി അവരെന്ത് ചെയ്യണം? കാണിക്കണം. എങ്ങനെ? വിത്തൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻ. അവരുടെ ജോലിയോ അവരുടെ പൊസിഷനൊന്നും റിസൈൻ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള അവരുടെ സപ്പോർട്ട് കാണിക്കണം. ആൻഡ് വിത്തൗട്ട് ക്വിറ്റിംഗ് ദെയർ പൊസിഷൻ ഇൻ ദ ആർമി സോൾജേഴ്സ് ഷാൾ ഡിസ്ഒബേ ടു ഷൂട്ട് ആൻഡ് കിൽ ഇന്ത്യൻസ്. അവരുടെ പൊസിഷനും അവരുടെ സ്ഥാനമാനങ്ങളൊന്നും ഒഴിവാക്കാതെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരെ ഷൂട്ട് ചെയ്യാനോ കൊല്ലാനോ എന്ത് ചെയ്യരുത്? പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? ഡിസ്ഒബേ ചെയ്യണം. And if possible, students shall boycott their education till attaining the freedom. സ്വാതന്ത്ര്യം കിട്ടുന്നവരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ഗാന്ധി എന്ത് ചെയ്തു? ആളുകളോട് ആഹ്വാനം ചെയ്തു. നോക്കി എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായി നടന്നത്? ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് സപ്രസ് ദ മൂവ്മെന്റ് വെരി സെവർലി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്?
ഈ മൂവ്മെന്റിനെ അടിച്ചമർക്കാണ് ചെയ്യുന്നത്. ആൻഡ് അറസ്റ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ പോലീസുകാർ ബ്രിട്ടീഷുകാരുടെ ആർമി എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഇൻ പ്രൊട്ടസ്റ്റ് ദ അൺകൺട്രോൾഡ് മോബ് ഡിമോളിഷ്ഡ് ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഇലക്ട്രിക് ലൈൻസ് ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ഈ സമരക്കാർ എന്തൊക്കെയാണ് ചെയ്തത്? സമരക്കാർ അൺകൺട്രോൾഡ് മോബ് അല്ലെ, ഡിമോളിഷ്ഡ് ഗവൺമെന്റ് ഓഫീസുകളും ഇലക്ട്രിക് ലൈനുകളും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു, അവർ തകർത്തു, അവരതൊക്കെ ബ്ലോക്ക് ചെയ്തു. അറ്റ് ദ എൻഡ് ഓഫ് 1942 ഇന്ത്യൻ വാസ് അണ്ടർ ദ ഫയർ ഓഫ് പോപ്പുലർ അൺറസ്റ്റ്. എന്താണ്, വലിയൊരു ജനപ്രക്ഷോഭം കൊണ്ട് ഇന്ത്യ കത്തായിരുന്നു അവർ. കാരണം അത്രത്തോളം ആളുകൾ ഏറ്റെടുത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് സപ്രസ്ഡ് ദ മൂവ്മെന്റ് വെരി സെവർലി. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ ഈ മൂവ്മെന്റിനെ അടിച്ചമർത്താണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകളെ അറസ്റ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ഒരുപാട് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തു. ബട്ട് ഇൻ പ്രൊട്ടസ്റ്റ് ദ അൺകൺട്രോൾ മോബ് അല്ലെ, എന്താണ് അൺകൺട്രോൾ മോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ജനക്കൂട്ടം. എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത്? ഡിമോളിഷ്ഡ് ഗവൺമെന്റ് ഓഫീസുകൾ അവർ തകർത്തു, ഇലക്ട്രിക് ലൈനുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, അവർ തകർക്കുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് 1942 ഇന്ത്യ വാസ് അണ്ടർ ദ ഫയർ ഓഫ് അൺപോപ്പുലർ അൺറസ്റ്റ്. എന്താണ്, വലിയൊരു ജനരോക്ഷത്തിൽ ഇന്ത്യ മൊത്തം കത്തുക എന്നാണ് പറഞ്ഞത്. സോ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ഏത് മൂവ്മെന്റ്? യെസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. സോ ഹിയർ ദിസ് is all about Quit India movement. So we discussed the three massive movements. The first one, non-cooperation movement. Then the second one, civil disobedience movement. And third one, non-cooperation movement. നമ്മൾ ആ മൂന്ന് മൂവ്മെന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനുള്ളത്, നമുക്കറിയാം പല ആളുകൾക്കും പല കാഴ്ചപ്പാടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമിന് ഇപ്പോൾ ചില ആളുകൾ വായിച്ച് പഠിക്കും, അവരുടെ ലക്ഷ്യം എന്താണ്, എക്സാം പാസ്സാവുക. ചില ആളുകൾ എഴുതി പഠിക്കും, അവരുടെ ലക്ഷ്യം എന്താണ്, എക്സാം പാസ്സാവുക. ചില ആളുകൾ എന്ത് ചെയ്യും, കണ്ടുപഠിക്കും, അവരുടെയും എയിം എന്താണ്, ടു പാസ് ദ എക്സാം. അപ്പോൾ അവരുടെ ലക്ഷ്യം എക്സാം പാസ്സാവാണ് അല്ലേ. ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ, ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് തന്നെ ഗാന്ധിയൻ മാർഗത്തോട് മാത്രമല്ല, അല്ലെങ്കിൽ ഗാന്ധിയൻ ആ സ്റ്റൈലിനോട് എതിർത്തുകൊണ്ട് വേറെ രീതിയിലും പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പല മൂവ്മെന്റ്സും ലീഡ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ എയിം എന്തായിരുന്നു, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടുക എന്നായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ്. സോ സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ദ INA. സോ ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ആർമി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി. നോക്കൂ, ദ സുഭാഷ് ചന്ദ്രബോസ് എക്സ്പ്രസ്ഡ് ഹിസ് ഡിഫറൻസ് ഒപ്പീനിയൻ ഓൺ ഗാന്ധി ഐഡിയാസ് ആൻഡ് സ്ട്രഗിൾ. ഗാന്ധിയൻ ഐഡിയാസിനോട്, അല്ലെങ്കിൽ ആ സമാധാനപരമായ നോൺ വയലൻസിനോട് ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല? സുഭാഷ് ചന്ദ്രബോസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ സമരമാർഗവുമായുള്ള അദ്ദേഹത്തിന്റെ ഡിഫറൻസ്, അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിലുള്ള ഡിഫറൻസ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്വിറ്റിംഗ് ദ കോൺഗ്രസ് ഹി ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസിൽ നിന്നും അദ്ദേഹം പോയിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി, അതിന്റെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം, ഫോർവേഡ് ബ്ലോക്ക്. ആൻഡ് ഹി ടുക്ക് ദ ചേഞ്ച് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ഫോംഡ് ബൈ ദ രാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ഫ്രീഡം ഓഫ് ഇന്ത്യ. എന്താണ്, രാഷ് ബിഹാരി ബോസ് ഫോം ചെയ്ത ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ട്, അത് ആര് ഏറ്റെടുക്കുകയാണ് പിന്നീട്? അത് സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കൂ, എന്താണ്, ഗാന്ധിയൻ ഐഡിയോളജിയോട് എതിർപ്പുള്ള ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെയായിരുന്നു ഇന്ത്യയുടെ ഫ്രീഡം തന്നെയായിരുന്നു. സോ അദ്ദേഹം വേറൊരു രീതിയിലാണ്, നോൺ വയലൻസ് ആയ രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്ത് മുന്നോട്ട് പോയത്. സോ നോക്കൂ, ക്വിറ്റ് ഇന്ത്യ കോൺഗ്രസിൽ നിന്നും അദ്ദേഹം ക്വിറ്റ് ചെയ്തിട്ട് ഹി ഫോം എ ന്യൂ പൊളിറ്റിക്കൽ പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിലുള്ള ന്യൂ പാർട്ടി അദ്ദേഹം ഫോം ചെയ്തു. ആൻഡ് ഹി ടുക്ക് ദ ചാർജ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചാർജ് ആര് ഏറ്റെടുക്കുകയാണ്? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയാണ്. ആരാണത് ഫോം ചെയ്തത്? രാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി INA ഫോം ചെയ്ത ആള്. അദ്ദേഹത്തിന്റെ പേര് മറക്കരുത്, രാഷ് ബിഹാരി ബോസ്. ഓക്കെ, സോ നോക്ക് പിന്നെ എന്തൊക്കെയാണ്. ദെൻ ഹി ഫോംഡ് എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോർ ഫ്രീ ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ വിത്ത് ദ എയിം ഓഫ് ഫോഴ്സിംഗ് ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. അദ്ദേഹം ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് എവിടെയാണ് ഫോം ചെയ്തത്? വിത്ത് ഹെൽപ്പ് ഓഫ് സിംഗപ്പൂർ. സിംഗപ്പൂരിൽ നിന്നുകൊണ്ട് എന്താണ് അദ്ദേഹം എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തത് നോക്കൂ. ആൻഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ഹാഡ് എ വുമൺ വിങ് കോൾഡ് ഝാൻസി റെജിമെന്റ്. റാൻസി റെജിമെന്റ് എന്ന പേരുള്ള ഒരു വുമൺ വിങ് എന്തിനുണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ചാർജ് ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. ഷീസ് എ കേരളീയൻ, ഒരു കേരളൈറ്റ് ആയിരുന്നു അദ്ദേഹം മഹദി. സോ ദ ക്യാപ്റ്റൻ ലക്ഷ്മി
Keralite was in charge of this regiment. ഈ റെജിമെൻറ്റിൻ്റെ ഡ്യൂട്ടി ആയിരിക്കായിരുന്നു കേരളത്തിൽ നിന്നുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന ആൾക്കായിരുന്നു. And with the support of the Japanese army, the Indian National Army marched to the east-west border of India and hoisted Indian flag in Imphal. So ആരുടെ സഹായത്തോടു കൂടിയായിരുന്നു? ജപ്പാനീസിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം അവിടെ ഇംഫാലിൽ ഇന്ത്യൻ ഫ്ലാഗ് അദ്ദേഹം ഉയർത്തിയത്. സോ ഇതിൽ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭാഗത്ത് നോക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസും INAയും. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിയൻ ഐഡിയോളജിയെ എതിർക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം ക്വിറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപം നൽകി. ദെൻ പിന്നെ ഏതായിരുന്നു? പിന്നെ റാഷ് ബിഹാരി ബോസ് ഫോം ചെയ്ത INA അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അദ്ദേഹം അത് വളർത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ വുമൺ വിങ്ങിൻ്റെ ഡ്യൂട്ടി കേരളത്തിൽ നിന്നുള്ള ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് ആയിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് INA എന്ന ഭാഗത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് INA. സോ ഐ തിങ്ക് വി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഓൾ ദ ടോപ്പിക് ദ ചാപ്റ്റർ ഫ്രീഡം, ദ സ്ട്രഗിൾ ആൻഡ് ദ ഫ്രീഡം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ സ്റ്റഡി വെൽ. ഓക്കെ.